ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഹാഭാരതത്തിലെ ഒരു ചെറിയൊരു ഭാഗത്തെ കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഹാഭാരത കഥയിലെ എല്ലാവരും അറിയുന്നൊരു ഭാഗമാണ് അഭിമന്യുവധം. ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മാത്രം പഠിച്ച അഭിമന്യു കൂടെ സഹായിക്കാമെന്നതായിരിക്കുന്ന വാഗ്ദാനത്തോടെ പാണ്ഡവന്മാരിൽ 4 പേരും ഒത്തുകൊണ്ട് ചക്രവ്യൂഹത്തെ തകർത്ത് അകത്ത് കടന്നു. എന്നാൽ കൗരവന്മാരുടെ പെങ്ങളായിരിക്കുന്ന ദുശ്ശലയുടെ ഭർത്താവ് ജയദ്രഥൻ ഒരു ദിവസം പാണ്ഡവന്മാരെ തൻ്റെ ശക്തി കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് തപസ്സിരുന്ന് വരം നേടിക്കൊണ്ട് ആ ദിവസത്തേക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലാക്കി വധിക്കുക എന്നതായിട്ടുള്ള കുതന്ത്രത്തോടു കൂടിയായിരുന്നു കൗരവന്മാരുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കടക്കാൻ അനുവദിച്ച ശേഷം മറ്റ് 4 പാണ്ഡവന്മാരെയോ പാണ്ഡവ സൈന്യത്തിനെയോ അതിലേക്ക് കടക്കാനായിട്ട് ആരും സമ്മതിച്ചില്ല. തൻ്റെ അത്യധികമായിരിക്കുന്ന സാമർഥ്യം കൊണ്ട് പല മഹാരഥന്മാരെയും വധിച്ച അഭിമന്യുവിനെ 6 മഹാരഥന്മാർ ചേർന്ന് വളരെ ക്രൂരമായിട്ട് വധിച്ചു. ഇക്കാര്യം പറഞ്ഞ അർജുനൻ ഇമോഷണലി വീക്കായിപ്പോയി. ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിൽ അത്രയും വേദനാജനകമായിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു. യുദ്ധത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 16-കാരനായിട്ടുള്ള ഒരു കുഞ്ഞിനെ അത്യധികം മഹാരഥന്മാരായ 6 പേര് ചേർന്ന് ഒന്നിച്ചൊരു മൃഗത്തിനെ വേട്ടയാടും പോലെ, ഒരു കൂട്ടം സിംഹങ്ങൾ ചേർന്ന് വേട്ടയാടും പോലെ കൊല്ലുകയാണ്. ആ കഥ കേട്ട അർജുനൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് വിദീർണമായിപ്പോയി. ആ ഒരു നിമിഷത്തിൽ സ്വന്തം ആത്മനിയന്ത്രണം എല്ലാം മറന്നുപോയി. എല്ലാം മറന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, നാളെ വൈകുന്നേരമാവുമ്പോഴത്തേക്കും ഈ പാണ്ഡവന്മാരെയും സൈന്യത്തിനും പുറത്ത് തടഞ്ഞു നിർത്തിയതായിരിക്കുന്ന ജയദ്രഥനെ ഞാൻ വധിച്ചിരിക്കും, ഇല്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്തിരിക്കും. അന്നത്തെ ഭാഷയിൽ അഗ്നിപ്രവേശം, ഇന്നത്തെ ഭാഷയിൽ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇത് കേട്ടതും കൗരവപക്ഷത്ത് വിജയകാഹളം മുഴക്കി എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അർജുനൻ മരിച്ചാൽ മതി, അവരെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പായിരുന്നു. അടുത്ത ദിവസം പ്രഭാതമായി. ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയോട് കൂടിയിട്ട് തൻ്റെ യുക്തിയും ബുദ്ധിയും സാമർഥ്യവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല ചക്രവ്യൂഹങ്ങളെ ഭേദിച്ചും തോൽപ്പിച്ചുമായിട്ട് അർജുനൻ മുന്നേറി. ആദ്യം തടഞ്ഞ കർണനെ തോൽപ്പിച്ചു. ദ്രോണരെ വലം വെച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങൻ്റെ ആചാര്യനാണ്, അങ്ങയോട് യുദ്ധത്തിനല്ല, യുദ്ധം ഞാനിന്ന് ഒരാളായിട്ടേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങയെ വലം വെച്ച് പോവുകയാണെന്ന് യുക്തി കൊണ്ട് ദ്രോണരെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ചക്രവ്യൂഹത്തെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന അവസ്ഥ വരെ എത്തി. അപ്പോഴത്തേക്കും വൈകുന്നേരമായി തുടങ്ങി. ഇത്രയും പേര് പലരും തടഞ്ഞ് അർജുനൻ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ മുന്നേറിയിട്ടും ലക്ഷ്യം കാണില്ല എന്നൊരവസ്ഥ വന്നു. കാണില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. പെട്ടെന്ന് ആകാശത്ത് സൂര്യൻ അപ്രത്യക്ഷമായി. സൂര്യൻ മറഞ്ഞു. എല്ലാവരും പറഞ്ഞു, അർജുനൻ്റെ പ്രതിജ്ഞ തെറ്റിയിരിക്കുന്നു. അതുവരെ ഈ എല്ലാ ചക്രവ്യൂഹങ്ങളിടയിലും ഒളിച്ചിരുന്ന ജയദ്രഥൻ ധൈര്യത്തോടെ പുറത്തു വന്ന് അർജുനനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, നീ എന്നെ വധിക്കുന്നല്ലേ പറഞ്ഞത്, നിനക്ക് വേണ്ട ചിതത ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, പ്രവേശിക്ക്, ഗാണ്ഡീവത്തോട് തന്നെ ആയിക്കോട്ടെ, ഇനി അർജുനനില്ലെങ്കിൽ പിന്നെ ഗാണ്ഡീവം എന്തിനു വേണം, അതുകൊണ്ട് ഗാണ്ഡീവത്തോടെ പ്രവേശിച്ചോ, ഞാനാണ് നിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോകുന്നത് എന്ന്. ജയദ്രഥൻ വരും മുന്ന് ദുര്യോധനൻ, ദുശാസനൻ, അങ്ങനെ കൗരവപക്ഷത്തുള്ള പലരും വന്ന് പരിഹസിക്കുകയാണ് അർജുനനെ. നീയല്ലേ പറഞ്ഞത് ഭഗവാൻ ആരുടെ കൂടെയുണ്ടോ അവരുടെ കൂടെ വിജയം ഉണ്ടാകുമെന്ന്. സൈന്യത്തെ തിരഞ്ഞെടുക്കാതെ കൃഷ്ണൻ മതി എനിക്കെന്ന് പറഞ്ഞ തീരുമാനത്തെ അന്നേ ഞാൻ പറഞ്ഞതാണ് നിൻ്റെ തീരുമാനം തെറ്റിയെന്ന്. ദാ ഇപ്പോൾ നോക്ക്, കൃഷ്ണൻ ദാ നിൽക്കണു നിൻ്റെ അടുത്ത്, എന്നിട്ട് നിന്നെ രക്ഷിച്ചോ, വാ കയറിക്കോ ചെതയിലേക്ക് എന്ന് ദുര്യോധനൻ കളിയാക്കുകയാണ്. എല്ലാവരുടെ പരിഹാസങ്ങളും അതിൻ്റെ മാക്സിമത്തിൽ നടക്കുന്നു. ചെതയ്ക്ക് തീ കൊളുത്താൻ തയ്യാറായിക്കൊണ്ട് കയ്യിൽ പന്തം പിടിച്ചുകൊണ്ട് ജയദ്രഥൻ മുന്നോട്ട് വരും വരെ കൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്തെല്ലാം ഉറപ്പായി, ഇനി മരിക്കല്ലാതെ വേറെ വഴിയില്ല. അത്രയും ഘട്ടം വരെ എത്തി. അപ്പോഴും അർജുനൻ പറയുകയാണ്, ഭഗവാനെ നിൻ്റെ ഇച്ഛ അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ആ ഒരു അവസരത്തിൽ ഇനി എനിക്ക് ഒന്നുമില്ലാന്നാവുന്ന സമയത്ത് പോലും ഭഗവാനുള്ളതായിട്ടുള്ള വിശ്വാസത്തിലോ സമർപ്പണത്തിലോ ഒരു വ്യത്യാസവും വരാതെ നിൻ്റെ ഇച്ഛ അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തേരിൽ നിന്ന് താഴത്തിറങ്ങി ചെതയുടെ അടുത്തേക്ക് പോവുകയാണ് അർജുനൻ. ചെതയുടെ അടുത്തെത്തിയ സമയത്ത് ചക്രം സൂര്യൻ്റെ മുന്നിൽ നിന്ന് മാറി. സൂര്യൻ പുറത്തു വന്നു. എല്ലാവരും വിചാരിച്ചിരുന്നു സന്ധ്യ മയങ്ങിയെന്ന്. അതേസമയം ചക്രം സൂര്യനെ മറച്ചതായിരുന്നു. മാറി കൃഷ്ണൻ പറയുകയാണ്, അർജുന ദേ നിൽക്കുന്നു ജയദ്രഥൻ, നീ നിൻ്റെ പ്രതിജ്ഞ പൂർത്തിയാക്കിക്കോളൂ.
അപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, നീ തീർച്ചയായിട്ടും പാശുപതാസ്ത്രം കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ തല ആര് താഴെ വീഴ്ത്തുന്നു അവരെ തല പൊട്ടിത്തെറിക്കുന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് പാശുപതാസ്ത്രം കൊണ്ട് അവൻ്റെ അച്ഛൻ്റെ മടിയിൽ തന്നെ പോയി വീഴട്ടെ എന്ന് പറയുകയാണ്. തൻ്റെ മകൻ്റെ ദുസ്വഭാവത്തിന് സഹായിക്കുന്ന ഒരു താപസൻ തൻ്റെ തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. തിന്മയ്ക്ക് വേണ്ടി തൻ്റെ തപസ്സിന് ഉപയോഗിക്കുന്നവരുടെ ഫലവും അതുതന്നെയാണ്. അതുകൊണ്ട് മകൻ്റെ തല മടിയിൽ വന്ന് വീഴുന്നു. അച്ഛൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുന്നു. തല താഴ്ത്തി വീഴ്ത്തി അച്ഛൻ്റെ തല പൊട്ടിത്തെറിച്ച് അച്ഛനും മരിക്കുന്നു. ഇവിടെ വളരെ വിചിത്രമായൊരു സന്ദർഭമാണ്. പലരും മഹാഭാരതത്തിൽ കൃഷ്ണൻ്റെ ഈ ഒരു കർമ്മത്തെ വളരെയധികം വിമർശന ബുദ്ധിയോടുകൂടി കൃഷ്ണൻ പക്ഷപാതം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ കൃഷ്ണൻ പക്ഷപാതം ചെയ്യല്ല ഉണ്ടാവുന്നത്. ഇത് മറ്റൊരു കാര്യത്തിൻ്റെ സിംബോളിഫിക്കായിട്ട് കാണിച്ചിരിക്കുകയാണ്. ആക്ഷൻ പറഞ്ഞാലും അവിടെ കൃഷ്ണൻ പക്ഷപാതം കാണിച്ചിട്ടില്ല. കാരണം കൃഷ്ണൻ്റെ പ്രതിജ്ഞ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുനനെ സഹായിക്കില്ല എന്ന് ഒരു പ്രതിജ്ഞ കൃഷ്ണൻ എടുത്തിട്ടുണ്ടായില്ല. ആയുധമെടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ കൃഷ്ണൻ തെറ്റിച്ചിട്ടില്ല. അർജുനൻ സഹായിക്കില്ല എന്ന് കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ, യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലും അതില്ല. മറ്റൊരർത്ഥത്തിൽ നോക്കി എന്താണ് ഇതിൻ്റെ ആത്മീയ രഹസ്യം എന്നറിയോ നിങ്ങൾക്ക്? ഈ സൃഷ്ടിയിൽ ഏത് ജീവാത്മാക്കളാണോ തൻ്റെ മനസ്സും ബുദ്ധിയും സംസ്കാരവും സഹിതം ഈശ്വരൻ്റെ ആജ്ഞ എൻ്റെ ജീവിതം എന്ന് മാനിച്ചുകൊണ്ട് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണം ഭഗവാന്റെ മുന്നിൽ ചെയ്യുന്നത്, ആ ജീവാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ പ്രകൃതിയിലെ പഞ്ചതത്വങ്ങളും അവരുടെ മുന്നിൽ സഹായികളായിക്കൊണ്ട് സേവകരെപ്പോലെ നിലനിൽക്കും. പഞ്ചഭൂതങ്ങൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുക. ആര് സ്വന്തം മനസ്സിനെ കീഴടക്കിയോ, ഭഗവാനിൽ മനസ്സിനെ അർപ്പിച്ചോ, അവർക്കുള്ളതാണ് ഈ ലോകത്തിൻ്റെ ജയം. അതുകൊണ്ടാണ് പറയുന്നത് മൻ ജീത്തേ ജഗത് ജീത്ത് എന്ന് പറയുന്നത്. മനസ്സിനെ ജയിക്കാനുള്ള ഉത്തമമായ വഴിയാണ് മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കുക, അഥവാ മനസ്സ് ധ്യാനത്തിലൂടെ ഈശ്വരനുമായിട്ടുള്ള സംബന്ധത്തിലൂടെ സമ്പൂർണ്ണ സമർപ്പണമാവുക. ഒരാൾ നമ്മുടെ പൂർണ്ണ രക്ഷ അറിയുമെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ മഹത്വം അറിയുന്ന, നമ്മളെക്കാൾ നന്നായി നമ്മുടെ നന്മ അറിയുന്ന, നമ്മളെക്കാൾ നന്നായി നമ്മുടെ നന്മ കാക്ഷിക്കുന്ന ആ ഭഗവാന്റെ മുന്നിൽ ഒരു ജീവാത്മ തൻ്റെ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയാൽ തീർച്ചയായിട്ടും ആ ആത്മാവിൻ്റെ എല്ലാ ബലഹീനമായ അവസ്ഥകളിൽ സംഭവിച്ചു പോകുന്ന ഇമോഷണൽ വീക്കായിക്കൊണ്ട് എന്തെങ്കിലും ഒരു കൊച്ചു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിനും ഇല്ലാതാക്കാൻ ഈ പഞ്ചതത്വങ്ങൾ കൂടി നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. അവരുടെ രക്ഷകൻ്റെ ഉത്തരവാദിത്വം ഭഗവാൻ ഒരിക്കലും തൻ്റെ തോളിൽ നിന്ന് മാറ്റുന്നതല്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം കർമ്മം പൂർണ്ണമായി ചെയ്യാൻ രണ്ട് ഭാഗവും നമ്മൾ വിശകലനം ചെയ്യണം. അന്നത്തെ രാത്രി സൂര്യാസ്തമനത്തോടടുത്ത സമയം വരെ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമം ചെയ്ത ശേഷം പിന്നെ ബാക്കി ഭാഗം നിങ്ങൾക്ക്, അഥവാ എല്ലാം പരിശ്രമിച്ചിട്ടും എത്രയൊക്കെ നോക്കിയിട്ടും എന്നെക്കൊണ്ട് ജയിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി, അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, ഈശ്വരനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, ഇപ്പം എനിക്കൊന്നിലും വിശ്വാസമില്ല, എനിക്കൊന്നിലും മൂടില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തമ ഉദാഹരണം മഹാഭാരതത്തിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അവസാന നിമിഷം തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ കണക്ക് തീരുന്ന ഒരു സെക്കൻഡ് അവിടെ എല്ലാം നല്ലതിലേക്ക് മാറ്റപ്പെടും. നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രകൃതി നമ്മുടെ സഹായിയായിട്ട് വരും, ഭഗവാൻ നമ്മുടെ സഹായിയായിട്ട് വരും. പെട്ടെന്ന് മാജിക് പോലെ നമ്മുടെ സ്വപ്നങ്ങൾ സത്യമാവാൻ തുടങ്ങും, ജീവിതം മാറ്റിമറിക്കപ്പെടും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിനോട് മടുപ്പ് തോന്നരുത്, ഈശ്വരൻ്റെ അടുത്ത് വിരക്തി തോന്നരുത്. മനസ്സ് ഭഗവാനിലർപ്പിച്ചുകൊണ്ട് മനസ്സിനെ ജയിക്കൂ, എന്നാൽ ഈ ജഗത്തിനെ നമുക്ക് ജയിക്കാനാകും. ഓം ശാന്തി. കമന്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.